മലയാള സിനിമാ പ്രേമികളും രാഷ്ട്രീയ കേരളവും ഒരുപോലെ ഉറ്റുനോക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം പ്രതിച്ഛായ ഇന്ന് തിയേറ്ററുകളിലെത്തുന്നു. നിവിൻ പോളിയെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ഈ ചിത്രം കേവലം ഒരു എന്റർടൈനർ എന്നതിലുപരി കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിടുമെന്നാണ് സൂചന. ഒരു ഇടവേളയ്ക്ക് ശേഷം നിവിൻ പോളിയുടെ ശക്തമായ തിരിച്ചുവരവിനും താരസിംഹാസനത്തിലേക്കുള്ള മടക്കയാത്രയ്ക്കും ഈ ചിത്രം സാക്ഷ്യം വഹിക്കുമെന്ന് ആരാധകർ ഉറച്ചുവിശ്വസിക്കുന്നു. സിനിമയുടെ പ്രഖ്യാപനം മുതൽ സോഷ്യൽ മീഡിയയിൽ സജീവമായ ഡീകോഡിംഗ് ചർച്ചകളാണ് ചിത്രത്തിന് ലഭിക്കുന്ന പ്രധാന മൈലേജ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളെ ആസ്പദമാക്കിയാണോ ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. നെറ്റിയിൽ മുറിവുമായി നിൽക്കുന്ന ബാലചന്ദ്രമേനോന്റെ കഥാപാത്രവും ഉമ്മൻചാണ്ടിയുടെ സമാനമായ ചിത്രവും തമ്മിലുള്ള സാമ്യം ഇതിനോടകം വൈറലായി കഴിഞ്ഞു. കൂടാതെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയെ അനുസ്മരിപ്പിക്കുന്ന ദൃശ്യങ്ങളും പോസ്റ്ററുകളിൽ ഇടം പിടിച്ചത് ചർച്ചകളുടെ ചൂട് വർദ്ധിപ്പിക്കുന്നു. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു രാഷ്ട്രീയ പ്രമേയം കൈകാര്യം ചെയ്യുന്നത് ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നുറപ്പാണ്. എന്നാൽ ഇതൊരു ബയോപിക് അല്ലെന്നും ഒരു ഇമോഷണൽ പൊളിറ്റിക്കൽ ഡ്രാമയാണെന്നുമാണ് അണിയറ പ്രവർത്തകരുടെ ഔദ്യോഗിക വിശദീകരണം. എങ്കിലും സിനിമയിലെ ഓരോ സംഭാഷണങ്ങളും കഥാപാത്രങ്ങളും കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെ ഓർമ്മിപ്പിക്കുന്നതാണോ എന്ന് അറിയാൻ പ്രേക്ഷകർക്ക് ആകാംക്ഷയുണ്ട്. ഇടതുപക്ഷ സഹയാത്രികനായ ബി ഉണ്ണികൃഷ്ണൻ ഇത്തരമൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ചിത്രത്തെ സ്വാധീനിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട്. സിനിമയിൽ രാഷ്ട്രീയം കടന്നുവരുന്നത് സ്വാഭാവികമാണെന്നും തന്റെ ഇടതുപക്ഷ ചിന്താഗതികൾ ഉണ്ടെന്നു കരുതി അതിനെ ഒരു പ്രത്യേക സർക്കാരുമായോ പാർട്ടിയുമായോ കൂട്ടിക്കെട്ടേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഷ്ട്രീയത്തിന് അതീതമായ സൗഹൃദങ്ങളാണ് തനിക്കുള്ളതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിവിൻ പോളിയെ സംബന്ധിച്ചിടത്തോളം പ്രതിച്ഛായ ഒരു നിർണായക പരീക്ഷണമാണ്. നിവിനിലെ നടനെയും താരത്തെയും ഒരുപോലെ അടയാളപ്പെടുത്തുന്ന ചിത്രമായിരിക്കും ഇതെന്ന് വിലയിരുത്തപ്പെടുന്നു. രാഷ്ട്രീയക്കാരനായോ അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യവസ്ഥിതിയോട് കലഹിക്കുന്ന യുവാവായോ ഉള്ള നിവിൻ പോളിയുടെ വേഷപകർച്ച കാണാൻ തിയേറ്ററുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനും RD ഇലുമിനേഷൻസും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രത്തിൽ വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ബാലചന്ദ്രമേനോൻ ഒരു പ്രധാന വേഷത്തിലെത്തുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. ഷറഫുദ്ദീൻ, ആൻ അഗസ്റ്റിൻ, ഹരിശ്രീ അശോകൻ, മണിയംപിള്ള രാജു, സായ്കുമാർ തുടങ്ങിയ പ്രതിഭകൾ നിവിൻ പോളിക്കൊപ്പം സ്ക്രീൻ പങ്കിടുന്നു. ചന്തു സെൽവരാജിന്റെ ഛായാഗ്രഹണവും ജസ്റ്റിൻ വർഗീസിന്റെ സംഗീതവും ചിത്രത്തിന് മികച്ച സാങ്കേതിക കരുത്ത് പകരുന്നു. ഗൗരവമേറിയ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും പ്രതിച്ഛായയിൽ ഉണ്ടെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സിനിമയുടെ ട്രെയിലറിന് ലഭിച്ച സ്വീകാര്യത തിയേറ്ററുകളിലും പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിർമ്മാതാക്കൾ. സിനിമയിലെ പിണറായി പ്രിയം അല്ലെങ്കിൽ ഭരണപക്ഷ അനുകൂല നിലപാട് തുടങ്ങിയ ആരോപണങ്ങളെ സംവിധായകൻ തള്ളിക്കളയുന്നുണ്ടെങ്കിലും തിയേറ്ററിലെത്തുന്ന പ്രേക്ഷകർ സിനിമയെ എങ്ങനെ വിലയിരുത്തും എന്നത് കണ്ടറിയണം. രാഷ്ട്രീയ നേതാക്കളുമായുള്ള തന്റെ വ്യക്തിപരമായ സൗഹൃദം സിനിമയെ ബാധിക്കില്ലെന്നും മാർക്സിസ്റ്റ് ദർശനങ്ങളെ ഗൗരവമായി കാണുന്ന വ്യക്തിയാണ് താനെന്നും ഉണ്ണികൃഷ്ണൻ ആവർത്തിക്കുന്നു. കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഈ ചിത്രം എത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുമെന്നത് രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നു. ഉമ്മൻചാണ്ടി എന്ന ജനപ്രിയ നേതാവിന്റെ പ്രതിച്ഛായ സിനിമയിൽ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ചർച്ചയായേക്കാം. സിനിമയിലെ സംഭാഷണങ്ങളിൽ ഒളിപ്പിച്ചുവെച്ച രാഷ്ട്രീയ ഒളിയമ്പുകൾക്കായിരിക്കും ആരാധകർ കാതോർക്കുന്നത്. ചുരുക്കത്തിൽ നിവിൻ പോളിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് നേടാൻ സാധ്യതയുള്ള ചിത്രമായി പ്രതിച്ഛായ മാറിക്കഴിഞ്ഞു. കേവലം ഒരു സിനിമ റിലീസിനപ്പുറം ഒരു രാഷ്ട്രീയ ചർച്ചാവിഷയമായി മാറിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുമോ എന്ന് അടുത്ത മണിക്കൂറുകളിൽ അറിയാം. നിവിൻ പോളിയുടെ സിംഹാസനം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടം ഇന്ന് തിയേറ്ററുകളിൽ ആരംഭിക്കുകയാണ്. മുൻ DGP ലോക്നാഥ് ബെഹ്റയും മാധ്യമപ്രവർത്തകനായ മംഗളം ജയചന്ദ്രനും അണിയറയിൽ വഹിച്ച പങ്കും ചർച്ചകളിലുണ്ട്. ഇക്കാര്യം ബി ഉണ്ണികൃഷ്ണൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ ഇടപെടൽ സിനിമയെ എങ്ങനെ സ്വാധീനിച്ചുവെന്നതും ചർച്ചകളിൽ പ്രസക്തമാകും.